മലപ്പുറം ജില്ലയിൽ ഊർങ്ങാട്ടിരി പഞ്ചായത്തിൽ മൂർക്കനാട് എന്ന സ്ഥലത്താണ് ഈ കാഴ്ച കാണുന്നത്. ഇവിടെ പണ്ടൊരു നടപ്പാലം ഉണ്ടായിരുന്നു. അത് വലിയ പ്രളയത്തിൽ ഒലിച്ചു പോയതാണ്. ഇത് രണ്ടാമത് ഉണ്ടാക്കുകയാണ്. ഇത് പെട്ടെന്ന് പണി പൂർത്തീകരിച്ച് കഴിയേണ്ട പാലമായിരുന്നു ഇത് ഇപ്പോൾ ഒരു തൂണിൻ്റെ പണിയെ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ തൂണാണ് ഇതിൻ്റെ ബാക്കിൽ നിർമ്മിക്കുന്നത്. അതിപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല. ഇത് ഏറനാട് മണ്ഡലത്തിൽപ്പെട്ട ഒരു പാലമാണ്. ആയതിനാൽ തന്നെ ഇവിടെ പണി വളരെയധികം മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറനാട് MLA ആയിരുന്ന 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ഏറനാടിനെ പ്രതിനിധീകരിച്ചിരുന്ന MLA PK ബഷീറിൻ്റെ മണ്ഡലമാണിത്. ഇത് യഥാർത്ഥത്തിൽ എത്രയോ മുമ്പ് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിയേണ്ട പാലമാണിത്. ഇപ്പോഴും വളരെ മന്ദഗതിയിലാണ് ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ ഇത് തികച്ചും ഒരു വികസന മുരടിപ്പാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പണി പൂർത്തീകരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഏറനാട് MLA PK ബഷീറിൻ്റെ അനാസ്ഥ കാരണമാണ് ഈ പണി ഇങ്ങനെ വളരെ മന്ദഗതിയിൽ വരുന്നത്. ആയതിനാൽ പ്രിയമുള്ള ജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ, ഞാൻ ഏറനാട് മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. എൻ്റെ ചിഹ്നം ജനലാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ ജനൽ ചിഹ്നത്തിൽ നൽകിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി എന്നെ ഏറനാട് മണ്ഡലത്തിലേക്ക് വിജയിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ ഈ പണി അഥവാ ഈ മൂർക്കനാട് കടവിൻ്റെ പാലം പണി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പുരോഗമിച്ച് അടുത്ത മഴക്കാലമാകുമ്പോൾ തന്നെ ഞാൻ പൂർത്തീകരിക്കുന്നതാണ്. അതിനുവേണ്ടി എന്നെ ജനൽ ചിഹ്നത്തിൽ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്.